ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് CSIR നിന്നാണ്. അതായത് സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 7/4/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 7/5/2025. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു OMR ബേസ്ഡ് എക്സാം ആണ്. സോ അത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ജൂൺ ജൂലൈയിലായിരിക്കും. 2025 ജൂൺ ജൂലൈയിലായിരിക്കും അത് കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നത് ഒരാഴ്ച മുൻപേ വരുമെന്ന് പറയുന്നുണ്ട്. എക്സാമിന് ഒരാഴ്ച മുന്നേ വരും. അതുപോലെ അതിന് ശേഷം നിങ്ങൾക്കൊരു പ്രൊഫഷണൽ അതായത് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് 3 ദിവസത്തിന് മുന്നേ വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റായിട്ടാണ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരുന്ന ഒരു ജോബാണ്. അതുപോലെ ഇപ്പോൾ ഏതൊക്കെ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് റിസർവ് ചെയ്തിരിക്കുന്ന വേക്കൻസി. ജനറൽ കാറ്റഗറിക്ക് 2 വേക്കൻസി, EWSന് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി എന്നാണ്. അതുപോലെ തന്നെ ലെവൽ 2 ആണ് പേ സ്കെയിൽ വരുന്നത്. 19,000 മുതൽ 63,000 വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പേ സ്കെയിൽ എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് കിട്ടുന്നത് 36,220 നിങ്ങൾക്ക് കിട്ടും സാലറി എന്ന് പറയുന്നത്. 28 വയസ്സ് വരെയാണ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ രണ്ടാമത് വിളിച്ച ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. 4 വേക്കൻസി, ജനറൽ കാറ്റഗറിക്ക് 2 വേക്കൻസി, OBCക്ക് 2 വേക്കൻസി എന്നിവയാണ്. ഇതേ സെയിം ആണ് ഒക്കെയുള്ളത്. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. SCക്ക് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി എന്നിവയാണ്. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ രണ്ടാമത് വിളിച്ചിരിക്കുന്നത് സ്റ്റെനോഗ്രാഫർ ആണ്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ 6 വേക്കൻസി, ജനറലിന് 1 വേക്കൻസി, SCക്ക് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി. ഈ ബാക്ക്ലോഗ് എന്ന് വെച്ചിരിക്കുന്നത് STക്ക് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, ജനറൽ PWDക്ക് 1 വേക്കൻസി എന്നിവയാണ്. ഇതിന്റെ സാലറി എന്ന് പറയുന്നത് 25,000 മുതൽ 51,000 വരെയാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 47,415 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള പേ ആണ്. അതുപോലെ സാലറിയാണ്. അതുപോലെ 27 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് രണ്ടിലേക്കും എലിജിബിൾ ഉള്ള കാൻഡിഡേറ്റ് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ഫീ അടച്ച് വേണം, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഫീ അടച്ച് വേണം രണ്ടിലേക്കും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്റ്റോർ ആൻഡ് പർച്ചേസിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 ഉണ്ടായിരുന്നാൽ മതി. +2 ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ്, അതുപോലെ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി. ഏതിലേക്ക് നിങ്ങൾക്ക് പരിജ്ഞാനം ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം നേരിട്ട് 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ +2 പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്റ്റെനോയുടെ നോക്കുകയാണെങ്കിൽ സ്റ്റെനോയുടെ ക്വാളിഫിക്കേഷൻ +2 ആണ് പറയുന്നത്. അതോടൊപ്പം സ്റ്റെനോ പഠിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോബ് വരുന്നതെന്ന് പറയുന്നത് ലക്നൗ, ഹൈദരാബാദ്, മുംബൈ, അതുപോലെ തന്നെ മൈസൂർ എന്നിവിടെ ഹെഡ്ക്വാർട്ടേഴ്സിലൊക്കെയാണ് നിങ്ങളുടെ ജോബിന്റെ ഡ്യൂട്ടി വരുന്നതെന്ന് ഓർത്തിരിക്കുക. അവിടെയാണ് നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടുന്നത്. ഇനി ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC/ST കാൻഡിഡേറ്റിന് 5 വർഷത്തെയും അതുപോലെ OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെയും ആണ് ഏജ് റിലാക്സേഷൻ പറയുന്നത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും, CBT. അതിനുശേഷം നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസിൻ്റെ. അത് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് നേച്ചറാണ്. ഓക്കെ, അത് നിങ്ങൾ പാസ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ സ്കീം നോക്കുകയാണെങ്കിൽ OMR ബേസ്ഡ് എക്സാം ആണ്. ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. +2 ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ 200, 2 മണിക്കൂർ 30 മിനിറ്റ് ആണ് എക്സാം വരുന്നത്. നിങ്ങൾക്ക് പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ പേപ്പറാണ്. 90 മിനിറ്റ് ആണ് അതിന് ടൈം അലോട്ട് ചെയ്തതിന്. മെന്റബിലിറ്റി ആണ്. 100 ക്വസ്റ്റ്യൻ, 200 മാർക്ക്, ഒരു നെഗറ്റീവ് മാർക്കും ഇല്ല. പേപ്പർ 2 എന്ന് പറയുന്നത് 1 മണിക്കൂർ എക്സാം ആണ്. ജനറൽ അവയർനെസ് ഇംഗ്ലീഷാണ് ചോദ്യം. അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതുപോലെ പേപ്പർ 2 എക്സാം ആണ് നിങ്ങൾ റാങ്ക് നിർണ്ണയിക്കുന്നത്. അതായത് നിങ്ങൾ റാങ്ക് പ്രിപ്പയർ ചെയ്യുന്നത് പേപ്പർ 2 ബേസിസിലാണെന്ന് ഓർത്തിരിക്കുക. അത് നെഗറ്റീവ് മാർക്കുള്ള എക്സാം ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 10 മിനിറ്റ് ആണ് ടൈപ്പിംഗ് ടെസ്റ്റിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് ഓർത്തിരിക്കുക. ടൈപ്പിംഗ് ടെസ്റ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് വരുന്നത്. ഹിന്ദിക്കാണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ ചോദിക്കും ഇംഗ്ലീഷ് ആണോ ഹിന്ദി. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഇംഗ്ലീഷ് ടൈപ്പ് കൊടുക്കുക, ചൂസ് ചെയ്യുക. ഹിന്ദി അറിയാവുന്ന ഹിന്ദി ചൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെയാണ് ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെയും എക്സാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും സ്റ്റെനോയുടെ. അത് ക്വാളിഫയിങ് നേച്ചറാണ്. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് CBT എക്സാം പോകുന്നത്. ഇത് OMR ബേസ്ഡ് എക്സാം ആണ്. മീഡിയം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്, ഹിന്ദി ഉണ്ട്. +2 ബേസിസിലാണ് 200 ക്വസ്റ്റ്യൻ. ഇവിടെ 2 മണിക്കൂറാണ് എക്സാം വരുന്നത്.
ഒരു പേപ്പറേ ഇവിടെ ഉള്ളൂ. മറ്റേതിൻ്റെ പേപ്പർ 1, പേപ്പർ 2 ഇല്ല. ഒരു പേപ്പറേ ഉള്ളൂ. പേപ്പർ 1 പേപ്പർ എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. ഇത്രയാണ് 3 പാർട്ടായിട്ടാണ് വരുന്നത്. 50, 50, 100 എന്നിവയാണ്. 0.25 മാർക്കാണ് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യുന്ന നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായി സ്റ്റെനോയുടെ. ഇംഗ്ലീഷിലാണെങ്കിൽ 50 മിനിറ്റ് ആണ്, ഹിന്ദിക്കാണെങ്കിൽ 65 മിനിറ്റ് ആണ്. അതിൽ പറയുന്നുണ്ട് നിങ്ങളെ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എക്സാം ബേസിസിലാണ്, അതായത് CBT എക്സാമിൻ്റെ ബേസിസിലാണ് നിങ്ങൾ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റെനോഗ്രാഫി എന്ന് പറയുന്ന ഉള്ളിലെ ക്വാളിഫൈ നേച്ചർ എന്നാണ് മാത്രം പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി എക്സാം ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റിന്. അതുപോലെ SC/ST വുമൺ PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ് ഒന്നും ആപ്ലിക്കേഷൻ ഫീ ഇല്ലെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്ലോഡ് ചെയ്യേണ്ടത് മാക്സിമം സൈസ് 50 KB ആണ്. സിഗ്നേച്ചറിനും അതുപോലെ തന്നെ ഫോട്ടോയ്ക്കും 1 MB-യിലായിരിക്കണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കി നിൽക്കാതെ അപ്ലൈ ചെയ്യുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, ജോയിന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്നത്. അവസാന ഡേറ്റ് എന്ന് പറയുമ്പോൾ 7/5/2025 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. ജൂൺ ജൂലൈ തന്നെ റിസൾട്ടും വരുന്നതാണ്. സോ അപ്പം അപ്ലൈ ചെയ്യുന്നവരെല്ലാം അപ്ലൈ ചെയ്യൂ. താങ്ക് യു.